നമ്മുടെ ഓട്ടോറിക്ഷകളിൽ ഇപ്പോ ഫിറ്റ്നസ് റെഡിയാക്കണമെങ്കിൽ ക്ഷേമനിധി അടച്ച പേപ്പർ നിർബന്ധമാക്കിയിരിക്കണേ, അങ്ങനെ ഒരു നിയമം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് നമ്മളെ ഓട്ടോറിക്ഷ ചേട്ടന്മാരടുത്ത് ചോദിച്ചു നോക്കാം. നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 5 വർഷം നമ്മൾ ക്ഷേമത എടുക്കാറില്ല. നമ്മൾ അടുത്ത ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് അവർ ക്ഷേമത ചോദിക്കാറില്ല. ഒന്നുകിൽ വണ്ടി ഇറങ്ങുമ്പോൾ അവർ 5 വർഷം ക്ഷേമത എടുത്ത് തരണം. അത് നമ്മുടെ വകുപ്പ് മന്ത്രിയോ നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ അതിനുവേണ്ടി സംസാരിച്ച് മുന്നിൽ വരണം. അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേമത പൂർണ്ണമായിട്ട് എടുത്ത് കളയുക. ആവശ്യമുള്ളവർ എടുക്കട്ടെ, ഇല്ലാത്തവർക്ക് വേണ്ട എന്നൊരു നിയമം കൊണ്ടുവരിക. ചില ഭരണസമിതികൾ വരുമ്പോൾ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേമനിധി പേപ്പർ വേണമെന്ന് നിർബന്ധമുണ്ട്. ചിലത് അടുത്ത ഭരണസമിതി വരുമ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ വീണ്ടും ആൾ മാറി വരുമ്പോഴത്തേക്കും ഇവർ പറയും ക്ഷേമനിധി എടുക്കണമെന്ന് പറയാം. അപ്പം നമ്മൾ ഭീമമായൊരു തുക നമ്മളതിന് വേണ്ടി കണ്ടെത്തണം. അത് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പണിയില്ലാവരും ഓട്ടോ ഓടുന്നുണ്ട്. അവർ ലൈസൻസ് ഉണ്ടവരില്ല, അവർ വണ്ടി ഓടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അവർ താൽക്കാലികം വന്നോടി അടുത്ത പണിക്ക് പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേ അവർക്ക് ഇതെടുത്തിട്ട് വേറെ കാര്യമില്ല. അവർ കെട്ടിട നിർമ്മാണ തൊഴിലാളി അംഗമായിരിക്കും. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് നിയമം? അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ക്ഷേമത എടുത്ത് കളയുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർ താല്പര്യത്തിനാവാതെ തൊഴിലാളികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവണം ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് തന്നെ വെക്കുക. അല്ലാതെ ഇപ്പൊ തന്നെ 583 കോടി എത്ര ഇതിലുണ്ടായിരുന്നു പറഞ്ഞു, ഈ പൈസ കാണാനില്ലെന്ന് പറയുന്നത്. അത് എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഇത് ആര് കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന ഇത് നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. നമ്മളെ പൈസ അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഇത് നമ്മുടെ ഒരു പൊതു അവകാശമാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷേമനിധി ഒഴിവാക്കുക പൂർണ്ണമായിട്ടാണ് എൻ്റെ അഭിപ്രായം.